ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ്. ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്നിപ്പം പെട്രോളിന് ദിവസം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും ഈ പെട്രോളിന് ഇങ്ങനെ വില കൂടുന്ന കാരണം എല്ലാ ആൾക്കാരും ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ടൂ വീലറിനാണ് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത്. ഞാനും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചു. യൂട്യൂബിലെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെയും ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഞാനത് വാങ്ങിച്ചത്. ഈ വണ്ടിയെ പറ്റിയുള്ള ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ വിവരിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടു നോക്കി. അതുകൂടാതെ തന്നെ എൻ്റെ സമീപത്തുള്ള ഈ വണ്ടി വാങ്ങിച്ച ആൾക്കാരോടും, അതായത് ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ച് ഓടിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ടൂ വീലറിൽ ഏറ്റവും കൂടുതലുള്ളത് TVS, ഓല, അതുപോലെ ചേതക്ക്. ഇത് മൂന്നുമാണ് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ, അതായത് കോട്ടയം ജില്ലയിലൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വാഹനങ്ങൾ. അപ്പം ഈ മൂന്ന് വാഹനങ്ങളും ഏതാണ് നല്ലതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പം അപ്പോൾ 2-3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ചേതക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ചേതക്കായിരുന്നു. അന്ന് ആ വണ്ടിയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതൊരു ബ്രാൻഡഡ് കമ്പനിയാണ്. അതിൻ്റെ അന്ന് അവരുടെ സർവീസിംഗ് ഒക്കെ പണ്ടും നല്ലതാണ്, ഇപ്പോഴും നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം തോന്നി. TVS എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയായിരുന്നു. അപ്പം TVS ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പം എൻ്റെ വീട് കോട്ടയത്തിൻ്റെ പാലായിലാണ്. അപ്പം പാലായിൽ ഈ TVS സർവീസിംഗ് ഇല്ല. അപ്പോൾ സർവീസിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 100% ചേതക്ക് തന്നെ എടുക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ TVS എടുക്കാനും. TVSും ചേതക്കും ഓലയും എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എന്നാൽ കുറേ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഓലയെക്കാളും TVSും അതുപോലെ ചേതക്കുമാണ്. അപ്പം വേറെ എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയപ്പോൾ ആണ് ഞാൻ ചേതക്ക് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിയുടെ വില താരതമ്യം ചെയ്തപ്പോൾ ഈ 3 വണ്ടികളിൽ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ വിലയിലും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതും ഒരു കാരണമാണ് ഈ വണ്ടി തിരഞ്ഞെടുക്കാൻ. പിന്നെ കാഴ്ചയിൽ കുറച്ചുകൂടെ ഭംഗി കണ്ടത് എനിക്ക് തോന്നുന്നു. അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വണ്ടി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് 2 മാസമായി. അപ്പോൾ ഈ വണ്ടി ഉപയോഗത്തിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളും എന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഇലക്ട്രിക് വണ്ടിയിൽ കിട്ടുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പം വിശദമായിട്ട് പറയാം. വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളെ കാണിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും നോക്കുമ്പോഴുള്ള കാഴ്ച. പച്ച കളറിലുള്ള സാധാരണ ഇലക്ട്രിക് വണ്ടിക്ക് വെച്ചിരിക്കുന്നത് തന്നെ നമ്പർ പ്ലേറ്റ്. 2 സൈഡിലും നല്ല ഭംഗിയുള്ള 2 മിററുകൾ, നല്ല ഭംഗിയുള്ള ഹെഡ് ലൈറ്റ്. അങ്ങനെ എന്തുകൊണ്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ള വണ്ടിയാണ് ഇത്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ യാതൊരുവിധ വ്യത്യാസമില്ലാതെ സ്കൂട്ടറിൻ്റെ അതേ രീതിയിരിക്കുന്നു. നല്ല മെറ്റാലിക് ബോഡിയാണ് ഇതിനുള്ളത്. ഇതാണ് ബാക്ക് സൈഡ്. വണ്ടി കാണുന്ന പോലെ ആ സ്റ്റീൽ ഗാർഡൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പുറകിൽ നോക്കിയാലും കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റും വെച്ചിരിക്കുന്ന നല്ല രീതിയിൽ തന്നെയാണ്. ഇതാണ് ഒരു സൈഡായിട്ട് ചെരിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കാലിയോട്ടാണുള്ള ഫുഡ് റെസ്റ്റ്. അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ്. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ 2 സൈഡിലും നമുക്ക് ചവിട്ടാനുള്ള ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഈ ഭാഗത്ത് സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ബാറ്ററിയുടെ വെയിറ്റോടെ വരുന്നതുകൊണ്ട് ഈ വണ്ടിക്ക് മൊത്തത്തിൽ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്. അത് നമുക്ക് യാത്രാസുഖവും നൽകുന്നതാണ്. ഈ കാണുന്ന പോലെ 2 സൈഡിലും ഇൻഡിക്കേറ്റർ. എല്ലാ സ്കൂട്ടറിനും പോലെ സൈഡ് സ്റ്റാൻഡുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഈ വലത്തേക്ക് തിരിക്കുക, ഓണായി. റേഞ്ച് 71 കിലോമീറ്റർ. അതായത് നമുക്കിനി 71 കിലോമീറ്ററുടെ ഇപ്പോൾ ഉള്ള ചാർജിൽ ഓടാമെന്നാണ് കാണിക്കും. ഇത് 0 സ്പീഡ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ അത് കയറി വരുള്ളൂ. ഈ കാണുന്നത് ബാറ്ററി ഇപ്പോൾ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നാണ്. 65% ചാർജ് ഉണ്ടെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ 65% കൊണ്ട് 71 കിലോമീറ്റർ പോകാമെന്നാണ് മീറ്റർ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ ഇതേ രീതിയിൽ ഈ സമയത്തിന് താഴെ സൈഡ് സ്റ്റാൻഡ് എഴുതി കാണിക്കും. സൈഡ് സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവില്ല. സൈഡ് സ്റ്റാൻഡ് മാറ്റിയെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവൂ. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് മാറ്റി ഈ ബ്രേക്ക് പിടിക്കുക. അതിനുശേഷം ഈ D എന്നിരിക്കുന്ന ഭാഗത്ത് പ്രസ് ചെയ്താൽ മതി, വണ്ടി സ്റ്റാർട്ടാവും. ഇപ്പോൾ ഇവിടെ മീറ്ററിൽ D എന്ന് വന്നു കഴിഞ്ഞു. അതുപോലെ നമുക്ക് താക്കോൽ തിരിച്ചും അതുപോലെ സൈഡ് സ്റ്റാൻഡ് വെച്ച് തന്നെ വണ്ടി ഓഫ് ആവും. താക്കോൽ തിരിക്കുക, ഉരിയെടുക്കുക. ഈ ബാക്കി സ്വിച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് എണ്ണം എഴുതിയിരിക്കുന്നത് ന്യൂട്രൽ. ഇത് ബൾബ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നോക്കോളൂ. ഇതാണ് റിവേഴ്സ് ഗിയർ. ആവശ്യമുള്ളവർക്ക് എടുക്കാം. അതിന് പ്രത്യേക പാക്കേജ് നമ്മൾ പൈസ കൊടുത്തെടുത്താൽ മതി. ഞാൻ അത് എടുത്തിട്ടില്ല. ഇത് മോഡ്, വല്ല മോഡ് മാറ്റിയെടുക്കാം. അപ്പം ഇവിടെ നോക്കിയാൽ നോക്കാം മോഡ് മാറുന്നു. ഇപ്പം 10 കിലോമീറ്റർ 920. ഒന്നുകൂടെ കഴിഞ്ഞാൽ 917.2 എന്നുള്ളത് വണ്ടി കിട്ടിക്കഴിയുമ്പോൾ ഓടിയത്. 920 എന്ന് പറയുന്നത് അവർ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി 2 കിലോമീറ്റർ ഓടിച്ച് അതിൽ കൂട്ടിയാണ് 920.
ഇതാണ് സാറിന് കണ്ട പോലെ ആക്സിലേറ്റർ. ഇത് നമ്മൾ വണ്ടി ഓടിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ വണ്ടിയെ കൊടുക്കുന്നത് ഒറ്റയടിക്ക് തിരിക്കരുത്, അതൊക്കെ സ്ലോ ആയിട്ട് തന്നെ തിരിക്കണം, അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് മുന്നോട്ട് കുതിക്കും. ഇനി ലെഫ്റ്റ് സൈഡ് ആദ്യ സ്വിച്ചാണ് ഡിമ്മ് ബ്രൈറ്റ്. ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് ആകും, ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഡിമ്മിലേക്ക് വരും. ഇതാണ് ഇട സൈഡിലെ ഇൻഡിക്കേറ്റർ. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഓൺ ആകും, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആയി പോകും. ഇതാണ് ഹോൺ. നല്ല ശബ്ദമുള്ള ഹോണാണ് ഇതിനുള്ളത്. ഇത് നമുക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ പ്രത്യേകം പാക്കേജുണ്ട്, അത് എടുക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് സാധനം നമുക്ക് ഒരു എന്തെങ്കിലും വെക്കാം, ഫോണ്, ഒരു ചെറിയ സാധനം വെക്കാം, അതുപോലെ ഈ സൈഡിലും അതുപോലെ വെക്കാം. പിന്നെ ഇവിടെ എന്തെങ്കിലും നമുക്ക് തൂക്കിയിടാം. അതുപോലെ തന്നെ താഴെ കാണുന്ന സ്പേസിൽ നമുക്ക് സാധനങ്ങൾ കുറച്ച് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ സീറ്റ് കവറ്, അതുപോലെ സെൻറ്റർ സ്റ്റാൻഡ്, ഫുഡ് റെസ്റ്റ്, പിന്നെ നമ്മുടെ വണ്ടിക്ക് ചുറ്റുമുള്ള ഈ സ്റ്റീൽ ഗാർഡ്, ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് വണ്ടിയുടെ കീ. ഈ കീ ഇട്ടതിന് ശേഷം നന്നായി ഉള്ളിലേക്ക് തള്ളി പിടിക്കുക, അതിനുശേഷം വലത്തേക്ക് തിരിക്കുക, അപ്പോൾ സീറ്റ് തുറന്നു വരുന്നതാണ്. ഇതാണ് നമുക്ക് ഹെൽമെറ്റ് വെക്കാനുള്ള സ്ഥലം. ഇതിൽ ചാർജറൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ഹെൽമെറ്റ് വെക്കാനുള്ള സ്ഥലം മാത്രമേ ഇതിനകത്തുള്ളൂ. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഹെൽമെറ്റ് നമുക്ക് ഇതിനകത്ത് വെക്കാവുന്നതാണ്. സീറ്റ് പെട്ടെന്ന് അടയില്ല, ഇതേ രീതിയിൽ വളരെ സ്ലോ ആയിട്ട് മാത്രമേ അടയുള്ളൂ. ഇത് ഫുൾ ചാർജ് ചെയ്താൽ 104 മുതൽ 105-106 കിലോമീറ്റർ വരെ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ സർവീസിങ്ങിന് സമയമാകുമ്പോൾ ഇതേ രീതിയിൽ സ്പാനറിൻ്റെ പടം ഇതേ രീതിയിൽ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ സർവീസ് കൃത്യമായി ചെയ്തിരിക്കണം. ബാറ്ററിയുടെ പവർ 18% ആകുന്ന വരെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ 82% വരെ ഞാൻ ഓടിച്ചു. 82% ഓടിക്കുമ്പോൾ എനിക്ക് 82 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി 20 കിലോമീറ്റർ പോകാൻ പറ്റുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ചേതക്കിൻ്റെ ഈ വണ്ടി ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കമ്പനി പറഞ്ഞ അതിൻ്റെ മൈലേജ് പെർഫോമൻസൊക്കെ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഏത് വണ്ടി വാങ്ങിയാലും നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വണ്ടി വാങ്ങിക്കുക. കൂടുതൽ മൈലേജ് കിട്ടുന്ന ബാറ്ററി ഉള്ളതും അതുപോലെ തന്നെ കൂടുതൽ കാലം വാറണ്ടി ഉള്ളതുമായ വണ്ടി നോക്കി വാങ്ങുക. നമ്മുടെ അടുത്ത് സർവീസിംഗ് ഉള്ളതും അതുപോലെ തന്നെ വിൽപ്പനാനന്ദ സേവനം നന്നായി തരുന്നതുമായ കമ്പനികളുടെ വണ്ടികൾ നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാം കൊടുക്കുന്ന തുകയുടെ GST ബില്ല് കൃത്യമായി ചോദിച്ചു വാങ്ങുക. ആവശ്യമുള്ളവർ മാത്രം സ്പെഷ്യൽ പാക്കേജ് എടുക്കുക. ഒരു 40 കിലോമീറ്റർ കൂടുതൽ ദിവസവും ഓട്ടമുള്ളവർ കൃത്യമായി ദിവസവും ബാറ്ററി ചാർജ് ചെയ്യുക. അമിത സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക. സർവീസിങ് കൃത്യമായി ചെയ്യുക. അല്ലെങ്കിൽ ഈ വാറണ്ടി സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം കമ്പനി ഏൽക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലാഭകരമായിരിക്കും. നന്ദി, നമസ്കാരം.